തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു പൊങ്കാല ഇത്രത്തോളം വലിയൊരു ഡീലാണ് തിരുവനന്തപുരത്ത്. എൻ്റെ 2 ദിവസത്തെ പഠിത്തം മൊത്തം പോയെങ്കിലും ഐ കംപ്ലീറ്റ്ലി എൻജോയ് ദിസ് ഫെസ്റ്റിവൽ. ഐ എം വിനായക് ദിസ് UPSC വേൾഡ് ആൻഡ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ ലൈറ്റ്സ് ഒക്കെ ഒരാഴ്ച മുമ്പേ ഇടും. കംപ്ലീറ്റ്ലി ഫെസ്റ്റീവ് സീസൺ ആകും. എല്ലായിടത്തും സ്പീക്കറും പാട്ടും ഉത്സവവും ആഘോഷവും ഒക്കെ ആകും. ഓരോ മുക്കിനും മൂലക്കും സ്പീക്കറും പാട്ടുകളായിരിക്കും. പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഓരോ പാട്ടുകൾ കേൾക്കും. എന്തായാലും കുറവങ്കോണം കംപ്ലീറ്റ്ലി ഇതുപോലെ ഡെക്കറേറ്റഡ് ആണ്. ആൻഡ് പൊങ്കാലയുടെ ലാസ്റ്റ് ഡേ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ സെലിബ്രേറ്റ് ഒരു മൂഡ് ഉണ്ടാകുക. എന്തായാലും ഞാനിത് തിരിച്ചു പോകുന്നത് ഇന്ന് നേരത്തെ ഇറങ്ങിയത് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പൊങ്കാലയുടെ ദിവസം റൂട്ടീൻ കംപ്ലീറ്റ് തെറ്റാനൊരു കാരണം തന്നെ ഇന്നത്തെ ദിവസം മിക്ക ഹോസ്റ്റലുകളിലും ഫുഡ് ഉണ്ടാവില്ല. അതായത് ഉച്ചയ്ക്കും രാവിലെയൊക്കെ പല ജംഗ്ഷനുകളിലും ഫുഡ് കൊടുക്കും കേട്ടോ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുള്ളത് കൊണ്ട് തന്നെ ഹോസ്റ്റലുകളിലും ഫുഡ് ഉണ്ടാകാറില്ല. അപ്പം ഞാനിത് കണ്ടു, ഞാനിവിടെ വാക്കിന് വേണ്ടി വന്നിരിക്കുക. രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങി, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഇന്ന് നമ്മുടെ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ട്. എന്നാൽ പോലും ഞാൻ വിചാരിച്ചു ഓക്കെ ജംഗ്ഷനിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയും കൂടി ഇത് ജംഗ്ഷനിലേക്ക് വന്നു. ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതും കഴിച്ചു. പിന്നെ വീട്ടിൽ ഫുഡ് കൂടി കഴിച്ചു. ഇത് കണ്ടു, ഇത്ര വലിയ ലൈന്, നല്ല ലൈനായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്നത്തെ ഡേ കംപ്ലീറ്റ്ലി ജംഗ്ഷനും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. വണ്ടികളൊക്കെ കുറവായിരിക്കും. ഫുൾ ഭക്തർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. പല നാട്ടിൽ നിന്നും ഇങ്ങോട്ട് പൊങ്കാലയിടാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ, അതായത് കണ്ണൂരൊന്നും ഞാനിതുവരെ കണ്ടിട്ടും ഇല്ല. ആരും അങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും ചേച്ചിയും വീഡിയോയിലേക്ക് നിങ്ങളുടെ ഹായ് ചേച്ചി, ഹായ് 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 ഹായ്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി ചേച്ചി. അപ്പോൾ നമ്മളാണ് ഇന്നത്തെ പരിപാടിയിൽ കംപ്ലീറ്റ്ലി എല്ലായിടത്തും പോകുന്നു, ഫുഡ് കഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. കാരണം ചേച്ചിയുടെ ഹോസ്റ്റലിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനും ചേച്ചിയുടെ കൂടെ കൂടി. അപ്പോൾ ഇന്നത്തെ ആ മോർണിംഗ് പരിപാടി കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടി പോവാം. കുറച്ചെങ്കിലും പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഫുൾ ഡേ ഇരുന്ന് ഉറങ്ങിയാൽ എങ്ങനെ ശരിയാകും. അങ്ങനെ പോയി ഇരുന്ന് കുറച്ച് പഠിക്കാനൊക്കെ തീരുമാനമായി. പക്ഷെ പഠിക്കാനിരിക്കുമ്പോഴേക്കും ഒരു 1-2 മണിക്കൂറൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇന്ന് നമുക്ക് ലഞ്ച് നേരത്തെ കഴിക്കാൻ പോകണം. നേരത്തെ കഴിക്കാൻ പോയില്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലായിടത്തും ലഞ്ച് തീർന്നു. കാരണം നമ്മൾ ജംഗ്ഷനിൽ പോയിട്ടാണല്ലോ ലഞ്ച് കഴിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഓൾറെഡി വലിയ ലൈനായി. അപ്പം ഞാനും ചേച്ചിയും വിചാരിച്ചു അടുത്ത ജംഗ്ഷനിൽ പോയി നോക്കാം, അവിടെ ഫുഡ് കിട്ടുമല്ലോ. പക്ഷേ അവിടെ പോയി നോക്കുമ്പോഴേക്കാണെങ്കിൽ അവിടെയും ഫുഡില്ല. അതിനുശേഷം അടുത്ത ജംഗ്ഷനിലേക്ക്. അപ്പോൾ റോഡ് മൊത്തം ഇതുപോലെ പൊങ്കാലയ്ക്ക് വന്ന ആൾക്കാരായിട്ട് ഫില്ലായിരിക്കുകയാണ്. അങ്ങനെ ഓരോ ജംഗ്ഷനിലും പോയി നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. 12 മണിക്ക് കൊടുത്തു തുടങ്ങിയതാണ്. നമ്മൾ ഇറങ്ങിയതേ 12:30. നമ്മളിത് വീണ്ടും കുറവങ്കോണം ജംഗ്ഷനിൽ തന്നെ വന്നു. അപ്പോഴത്തേക്ക് തിരക്കൊക്കെ കുറഞ്ഞു. അപ്പോഴത്തേക്ക് അനന്തകൃഷ്ണനും വന്നു. ഇവൻ എൻ്റെ റൂംമേറ്റ് ആണ് കേട്ടോ. ഇത്രയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാനൊരു മണിക്കൂർ പോയി ഇറങ്ങി. അതിനുശേഷം പഠിക്കാൻ വേണ്ടി വീണ്ടും പോവുക. ഇന്നിനിപ്പോൾ എത്ര പഠിത്തം നടക്കും അറിഞ്ഞൂടാ. കാരണം നല്ലൊരു ലഞ്ചായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ മെല്ലെ റീഡിംഗ് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ ആണ്, പഠിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ആസ് ഓൾവേസ് തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു സംടൈംസ് ടേക്ക് എ ബ്രേക്ക്. ആൻഡ് സംടൈംസ് പ്ലാൻഡ് ആയിരിക്കും, ചില സമയങ്ങളിൽ പ്ലാൻഡ് ആയിരിക്കില്ല. എന്തായാലും യു ഷുഡ് കണ്ടിന്യൂ പ്രിപ്പറേഷൻ. ഐ എം ഡൂയിങ് ദ സെയിം ആൻഡ് ഐ എം ഓൾസോ ഫോക്കസിങ് ഓൺ മൈ പ്ലാൻ ബി. അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി അടുത്ത വീഡിയോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം തന്നെ അഗൈൻ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഡു നോട്ട് ലൂസ് യുവർ ഫോക്കസ്, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് മീ, ഐ എം ഹിയർ. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ. ആൻഡ് പേടിക്കണ്ട കേട്ടോ, നമുക്ക് നോക്കാം എക്സാം ഉണ്ടാവുന്നേ. യു ഗോട്ട് ദിസ്, ഡോണ്ട് വറി. Bye bye, take care. I'm Vinayak, this is UPSC World. I'm going to sign off.